Al Makni. Okay. Veg sandwich with the cheese, carrot juice and French fries. Na 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 na. മിണ്ടായി ready. കലാബോധമില്ലാത്ത ഡൈക്ക. Coming, eh? ഒന്നാമത്തെ പ്രശ്നം ഇക്കെ അവളും തമ്മിൽ നല്ല ജോഡിയല്ല. കാഴ്ചയിലല്ല ഞാൻ പറഞ്ഞത്, പണം, സ്വഭാവം എല്ലാത്തിലും ഒരു പൊരുത്തക്കേട്. ഓ, ഈ പൊട്ടിനെ റോഷ്നി എന്ന് വെച്ച ജീവന. പിന്നെ അവളും സീരിയസാ. എന്തോന്ന് സീരിയസ്? ഇവന്റെ കഥകളൊക്കെ വായിച്ച ആരാധന മൂത്തുള്ള പരിപാടിയല്ലേ? നീ അത് മാത്രം പറയരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ തന്നെ കെട്ടുകയും ചെയ്യും. ടോപ്പിക് മാറ്റ് മാപ്പിള സാർ ரொம்ப സീരിയസ് ആയിട്ട്. Maximum 3 days. Yeah. പൊളിച്ചോ? Sure, sir. ആരാടാ? ആരാ? Okay. ആരത് പറ? Done. Okay. Thank you, sir. Bye. കസ്റ്റമർ അടി 30 ലക്ഷത്തിന്റെ ഒരു പോളിസി കെട്ടിയേപ്പിച്ചിട്ടുണ്ട്. ഈ മാസത്തെ ടാർഗറ്റ് തികഞ്ഞാലുണ്ടല്ലോ, ലോട്ടറിയാ മോനെ, ലോട്ടറി. മിടുക്കൻ. എത്ര കറങ്ങി നടന്നാലും അവൻ അവന്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ പോകും. ഇവിടെ ചിലരുണ്ട്. നോട്ടം കണ്ടില്ലേ, ഒറ്റ കുത്തുവെച്ചാൻ തോന്നുന്നുണ്ട്. മോടി. ഓട്ടടി. ഒരു പണി എടുക്കണ്ട, ചെലവിന് തരാൻ ഞാനുള്ള കൊണ്ട് രക്ഷപ്പെട്ടു. എടി, എഴുത്ത് എന്ന് പറയുന്ന സാധനം പിടിച്ചു കുലുക്കുമ്പോ വരുന്നതല്ല, മൂഡ് വേണം, മൂഡ്. ഒലക്കേട. പബ്ലിഷ് ചെയ്ത കഥയുടെ പൈസ വരുമ്പോ അന്ന് തന്നെ നിന്റെ കടം ഞാൻ തിരിച്ചു തരും. അത് നിന്റെ മറ്റവ കൊടുത്താ മതി. എഴുത്താശാൻ ഒന്നും ചെയ്യണ്ട, നല്ല സുന്ദരം കഥകൾ എഴുതിയാ മതി. ആജീവനെന്ന ചെലവിന് ഞാൻ തന്നോളാം. ഉത്തരവ്. ഏയ്, ഫോണോമേനിയ, ഒന്ന് വാടേ. എന്നും വരുന്നോണ്ട് മുറ്റത്തെ മുല്ലേക്ക് സ്മെല്ലൊന്നും ഇല്ലടേ. നോ ഡാർലിംഗ്, ഒരു മിനിറ്റ്. മണിക്കൂർ ഒന്നായി. പോടി. സോ ഹലോ മിസ്റ്റർ പെരേറ, എന്റെ ഈ മുതല കുഞ്ഞുങ്ങൾക്ക് വിഴുങ്ങാൻ ഇന്നെന്താണ് സ്പെഷ്യൽ? വെജ് സാൻഡ്വിച്ച് വിത്ത് ചീസ് കാരറ്റ് ജ്യൂസ്. ആഹാ മോനെ, നീയാടാ ചേച്ചിയുടെ ശരിക്കുള്ള ആരാധകൻ. താങ്ക് യു. നീ ഗിറ്റാർ താഴെ വെക്കില്ലേ, കാരണം എന്റെ കവചമണ്ഡലം പോലെ. ഇതും തൂക്കി നടന്ന് നടുകൂനി പോവും, നോക്കിക്കോ. മോനെ, രണ്ട് കാര്യങ്ങൾ പറയാണ്ട്. ഒന്നാമത്, ഇത് ഗിറ്റാർ അല്ല, യൂക്കലേലയാ. ഇത് ഐറ്റം വേറെ. രണ്ടാമത്, കർണന്റെ കവച മണ്ഡലമല്ല, കവച കുണ്ടലം. കുറുക്കന്റെ കൂ. പിന്നെ ആഫ്റ്റർ ഓൾ നീയല്ലല്ലോ, ഞാനല്ലേ ഇത് ചുമക്കുന്നേ. ആ. അപ്പൊ മിസ്റ്റർ പെരേറ, വാട്ട് സ്പെഷ്യൽ? ഹായ് ദീപിക, നീ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മാസടവില്ലാത്തൊരു ഇൻഷുറൻസ് വരുന്നുണ്ട്. ഞാൻ പറയാം വിശദമായിട്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എടി അച്ചായത്തി, നിന്റെ ഈ കുരിശുമോതിരം മാത്രം മതിയടി നിന്നെ തിരിച്ചറിയാൻ. ഓഹോ, നീ എന്താ ഇവിടെ? പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം വന്നിരിക്കുന്ന സ്ഥലമല്ലേ, ഞങ്ങളെ കൂടെ ഒന്ന് ഇരുന്നോട്ടെ സാറേ. ജോണിച്ചൻ അല്ലേ? ഹേയ്, ഹായ്. ഇവിടത്തല്ലേ ഇന്ന്? ഹോ, ഒരാഴ്ചയായിട്ട് ഇവളെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവളെങ്ങനെ കല്യാണം കഴിഞ്ഞ എന്നെ മുടിപ്പിക്കോ? ചാൻസ് ഉണ്ട്. ദേ, എല്ലാവരും പരിചയപ്പെട്ടോ, ഇതാണ് എന്റെ വുഡ് ബി ജോണി സഗ്രിയ, മാധ്യമ പ്രവർത്തകനാ, സൂക്ഷിച്ചോണേ. ഹലോ, പോൾസൻ ചെറിയ. ഹായ്, ഫസൽ. ആഹാ, എന്താ ശരി. വർഗീസ് പണിക്കർ. വർഗീസ് പണിക്കരോ? ഹാ, സങ്കരയിന. പിന്നെ ഇവരെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു പറ്റം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ സന്നദ്ധ സംഘടനയാണ്. സിനിമാ കമ്പനി എന്നാണ് നാട്ടുകാരിട്ടിരിക്കുന്ന പേര്. ദേ, ഈ ജോണിച്ചൻ റമോൺ സിനിമാക്കാരനാട്ടോ, അല്ലേ? മതിയടി, അവരോട് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഞങ്ങളൊപ്പം കൂടുന്നോ? അത് പിന്നെ ആവാലോ. തൽക്കാലം ഞാൻ ഈ അച്ഛന്റെ കാശ് ഒന്നും മുടിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഇവരെ കൂടി വിളിച്ചോണം, അങ്കിൾ പ്രത്യേകം പറഞ്ഞതാ. എന്ത്? Okay, ഓക്കെ, bye. അപ്പൊ ഞങ്ങൾ അപ്പുറത്തുണ്ട്. ബൈ. എക്സ്ക്യൂസ് മീ, ജോണിക്കുട്ടി, ഇവിടെ അടുത്താണോ താമസം? ഏത് പത്രത്തിലാ വർക്ക് ചെയ്യുന്നത്? പത്രത്തിലല്ല, ചാനലില. ജോണി കുട്ടി, വിട്ടോടാ, ഇത് മറ്റേതാ ഇൻഷുറൻസ്. നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ശരി. ഓ, yes. നല്ല ജോഡി. അപ്പൊ നിനക്ക് നല്ല ജോഡികളെ കണ്ടാലും തിരിച്ചറിയാം അല്ലേ? അതെ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇന്ന് ഓണറങ്കിളുടെ ആന്റിയുടെയും 40th വെഡിങ് ആനിവേഴ്സറിയാ. നിങ്ങളെയും വിളിച്ചോണ്ടല്ലെന്ന് ഓർഡർ. വന്നോണേ. അപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നോ? തിന്നാ മാത്രം പോരാ, കാര്യോ അറിയണം. ഉഫ്, അത് ആന്റിയുടെ ബർത്ത്ഡേ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി. ആ, വന്നോണേ. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. മാതാവേ, അവിടുന്ന് ഈ ദാസന് പതിവ് പോലെ ദർശന സുഖം നൽകണമേ.
ഈ കാര്യത്തിന് മാത്രം ദൈവവിശ്വാസിയായവനോടൊന്നും ഒരിക്കലും ദേഷ്യം തോന്നരുതേ. ആമീൻ. കോർപ്പറേഷൻ കൊടുക്കടാ വണ്ടി, കൊതുവെല്ലാം ചാവട്ടെ. മിസ്റ്റർ പോൾ, മുന്നിലൊരു വളവുണ്ട്. ദർശന സുഖം മതിയേ. Those days I was strong, very strong, because I was a military man. 15 മുട്ടയുടെ വെള്ളയും പുഴുങ്ങിയ 3 ഏത്തപ്പഴവും ഓട്സുമായിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചിട്ടയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം. യുനോ, അന്ന് എനിക്ക് മാത്രമേ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ജർമ്മനിയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തതാണ്. ആ ബുള്ളറ്റിൽ ഞാൻ വലിയ ശബ്ദത്തിൽ ചെത്തിയടിച്ച് എല്ലാ ദിവസവും വൈകിട്ട് ഒരു കറക്കമുണ്ട്. ഈ ആന്റി അന്നവിടെ മിലിറ്ററി നേഴ്സാ. അവിടുത്തെ പെണ്ണുങ്ങൾക്കെല്ലാം ഞാനൊരു ഹരമായിരുന്നു. എ സ്ട്രോങ്, ഹാൻഡ്സം ആൻഡ് ചാർമിംഗ് ബോയ് ലൈക്ക് അമിതാ ബച്ചൻ. She was also a beauty queen like Sharmila Tagore. And we fell in love with each other. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഗോദ്രയിലാണ് സെറ്റിൽ ചെയ്തത്. ബട്ട് ദാറ്റ് വാസ് എ റോങ് ഡിസിഷൻ. മകൻ 4 വയസ്സ് പ്രായം. ആൻഡ് ഷി വാസ് ക്യാരിയിങ് അഗെയിൻ. അന്ന് അവിടെ ഒരു കമ്മ്യൂണൽ റയറ്റ് നടന്നു. In 1984 March, around 150 people were brutally killed and we also suffered. We lost our child. ആ കലാപത്തിന്റെ നടുവിലെവിടെയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു. It has been 25 years now and still we are hopeful. അവൻ വരും. അപ്പോ ആന്റി ക്യാരി ചെയ്ത രണ്ടാമത്തെ കുട്ടിയോ? മകനെ നഷ്ടപ്പെട്ട ഷോക്കിൽ ആ കുട്ടി അബോട്ടായി. സച്ച് ഹോറിബിൾ ഡേയ്സ്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് വിഷമമില്ല. ഈ പെൺകുട്ടികളെ പേയിങ് ഗസ്റ്റുകളായിട്ടല്ല, ഞങ്ങളുടെ സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. What? Nothing. Then why are you laughing at me? എന്റെ അങ്കിളെ ഈ കഥ 15ാമത്തെ പ്രാവശ്യം കേൾക്കുന്നത്. ഓരോ തോണ പറയുമ്പോൾ ഓരോ പൊടിപ്പും തൊങ്ങലും കൂടും. ഈ മിലിറ്ററിക്കാരെല്ലാം നുണയന്മാരാ. ഞാൻ എന്ത് നുണയാ പറഞ്ഞത്? ഞാൻ അമിതാഭ് ബച്ചനെ പോലെ അല്ലായിരുന്നോ? Come, I'll show you my pictures, idiot. അയ്യോ, അതൊരു 400 പ്രാവശ്യം കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചൻ തന്നെ. ഇന്ന് പറഞ്ഞപ്പോ ഒരു ബുള്ളറ്റ് പുതുതായി കയറിയാലോ, അതെവിടുന്നാ? No, ബുള്ളറ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ഇമ്പോർട്ടഡ് ഫ്രം ജർമ്മനി. പിന്നെ പട്ടാളക്കാരെല്ലാം ജർമ്മനിയിൽ നിന്ന് ബുള്ളറ്റ് ഇമ്പോർട്ട് ചെയ്ത് ഓടിച്ച് കളിക്കല്ലേ. ഒന്ന് പോവന്റെ അങ്കിളെ. പോടാ നിൽക്കോലി. തിന്നുന്നല്ല എല്ലിന്റെ ഇടയിലേക്കാ പോകുന്നത്, ബുദ്ധിയിലേക്കല്ല. 10 പൈസക്ക് വിവരമില്ലാത്ത. ഓ, തല്ലുകൂടാതിരിക്കുന്നുണ്ടോ? ബിഹേവ് യുവർ സെൽഫ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ജോണിച്ച, ഇത് ഇവിടെ പതിവ്, കാര്യാക്കണ്ട. വാ, ഡിന്നർ റെഡി ആയി, കഴിക്കാം. പടാ. യെസ്. ശോഭിക്കുന്ന യൗവനം മിസ്റ്റർ അമിതാഭ് ബച്ചൻ. വരൂ, നമ്മൾക്ക് ഒരുമിച്ചിരിക്കാം. 15 മുട്ടയുടെ വെള്ള കഴിക്കണ്ടേ? പോടാ കാട്ടുമാക്കാനെ, നിന്റെ താടി ഞാൻ പഠിച്ചെടുക്കും ഒരു ദിവസം. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. മിലിറ്ററിയിൽ ചെരപ്പായിരുന്നല്ലേ പണി. 3 അടിയുള്ള ആൾക്കാർക്ക് പിന്നെ വേറെ എന്ത് പണി കിട്ടാൻ? தாய்மார்களே, தந்தைமார்களே, நண்பர்களே, நேர்களே, இந்திய தொலைக்காட்சிகளில் முதல் முறையாக மலையாளத்தின் நண்பனின் டைரக்டர் വർഗീസ് പണിക്കരൻ ഇയക്കത്തിൽ വന്ന ഷോർട്ട് ഫിലിം. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ പണിക്കര് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം മൊമെന്റ്സ് ഓഫ് ലൈഫ് സൗത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് എൻട്രി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൺഗ്രാറ്റ്സ് ഡ്യൂഡ്. താങ്ക്സ് ബഡി. ഞങ്ങൾ 3 പേരുടെയും വക ഒരു സ്പെഷ്യൽ അവാർഡ് പണിക്കർക്ക് കൊടുക്കുകയാണ്. സോ മിസ്റ്റർ പണിക്കർ, പ്ലീസ് കം ഓൺ ദി ഡയസ്. Uncle, Yes? please. Oh, it's beautiful. And the award for the best short film of the year 2008, the Oscar goes to Mr. Varghese Panikkar. നമസ്കാരം. താങ്കളുടെ ആദ്യ ഷോ ഹൗസ്ഫുൾ. സിനിമ പ്രേക്ഷകർ നെഞ്ചിലേറ്റിരിക്കുകയാണ്. എന്താണ് സാർ പറയാനുള്ളത്? ഒന്ന് ചോദിച്ചോട്ടെ, സാറിന്റെ അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഓപ്പറേഷൻ കഴിഞ്ഞോ സാറന്മാരെ?
ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരു പടം റിലീസായിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും. ആ പടത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങളെ കാലങ്ങളായിട്ട് കാണുന്നത് കാരണം ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. കുഞ്ഞാടുകളെ, പടം എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറയുക. ഓ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അച്ചോ. ആ, അപ്പൊ ഇന്നത്തെ സെക്കൻഡ് ഷോ ക്യാൻസൽ. അയ്യോ മോള് കാണണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു, കൊള്ളില്ലേ? ഓ അങ്ങനെ കൊള്ളായിക്കൊന്നുമില്ല അങ്കിളെ. ടിക്കറ്റ് വേണേ ഞാൻ ഒപ്പിച്ചേരാം. ഒന്ന് പോടാ അവിടുന്ന്. അങ്ങളെ, ഒരു യൂഷ്വൽ പടം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്റ്റോറി, അത്രേ ഉള്ളൂ. ഓ, എനിക്ക് ആ ക്ലൈമാക്സ് കണ്ടപ്പോഴേ ഡയറക്ടർ തലക്കിട്ടൊന്ന് കൊടുക്കാൻ തോന്നിയതാ. അതുവരെ കുഴപ്പമില്ലാതെ കണ്ടോണ്ടിരുന്നാണേ അവസാനം എത്തിയപ്പോ ദേ നായികനെ തട്ടിക്കൊണ്ടൊരു പോക്ക്. എല്ലാ പടത്തിന്റെ ഒടുക്കം ഒരു ഗോഡൌണിലായിരിക്കുമല്ലോ. അവിടെ വെച്ച് വല്ലാത്തൊരു ട്വിസ്റ്റും. ഏത് പടം തുടങ്ങുമ്പോഴേ നമുക്കറിയാം വില്ലൻ അവനാണെന്ന്. ലാസ്റ്റ് വരെ നല്ലവനായി നിന്ന ഒരുത്തൻ പഴയ ഹിന്ദി സ്റ്റൈലിൽ ഹ എന്ന് ചിരിച്ച് ഞാനാണ് വില്ലൻ ഒരു പറച്ചില്. ഹോ, എന്റെ ദീപികയെ, ഇനിയും നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോടാ. നിനക്കെന്താ ഇഷ്ടമുള്ളവരെ കാണട്ടെ. ടിക്കറ്റ് വേണേ പറഞ്ഞാ മതി. കുറ്റം പറയരുതല്ലോ അങ്ങളെ, പടം നല്ല എന്റർടൈൻമെന്റ്. പക്ഷെ ഒരു പുതുമുഖ സംവിധായകന്റെ പടമല്ലേ, അതിലെന്തെങ്കിലും പ്രത്യേകത കാണുമെന്ന് പ്രതീക്ഷിച്ചു പോയാൽ നമ്മുടെ കുഴപ്പം. എക്സ്ക്യൂസ് മീ, ഒരു പുതുമുഖ സംവിധായകൻ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? പറ. പടം ചെയ്യണമെന്നും പറഞ്ഞ ഒരു 10,000 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റും പിടിച്ച് നടപ്പുണ്ട്. അതിലൊരുത്തൻ കഷ്ടപ്പെട്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റും മേടിച്ചു വരുമ്പോ അതിലെന്ത് മണ്ണാങ്കട്ട പുതുമ കാണിക്കാനാ? പേടിക്കണ്ട, നിങ്ങൾ ഈ പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറെ ഞാൻ. എന്താ ക്ലൈമാക്സിന്റെ കാര്യത്തില് മാഡത്തിന് എന്റെ തലക്കെട്ട് കൊട്ടണം തോന്നുന്നുണ്ടോ? 2 കൊല്ലം പിറകെ നടന്നിട്ടാ ഡേറ്റ് ഞാൻ ഒപ്പിച്ചത്. അത് കഴിഞ്ഞ് 3-4 മാസം ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടതിന് ശേഷം ഇന്നെന്റെ പടത്തിന്റെ റിലീസാ. തിയേറ്ററിൽ ഹൗസ്ഫുൾ ബോർഡ് കണ്ട സമാധാനത്തോടു കൂടി ഒരു ചായ കുടിക്കാൻ വന്നതാ. സമ്മതിക്കത്തില്ല. സോറി, സാറിന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. സോറി മോനെ. സാധാരണ പ്രേക്ഷകരെ അവിടെ കൈയടിക്കുന്നുണ്ടിട്ടാ നമ്മളിവിടെ പോന്നത്. ഇവരെ പോലെ സിനിമ ഉദ്ധരിക്കാന്നും പറഞ്ഞ് നടക്കുന്നവരെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമൊന്നും നമുക്കില്ലേ? സർ, ഞങ്ങളും സാധാരണ പ്രേക്ഷകർ തന്നെയാ. പക്ഷെ എക്സ്പെക്ട് ചെയ്ത പോലെ ഡോ, എന്റെ ആദ്യ പടം ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന്റേതായ പരിമിതികളുണ്ട്. സർ, ഇത് താങ്കളുടെ ആദ്യ പടമാണോ അവസാന പടമാണോ എന്ന് പ്രേക്ഷകൻ അറിയേണ്ട ഒരു കാര്യമില്ല. കണ്ടുമടുത്ത സീനുകളും കഥകളുമായിട്ട് ഒരു പുതുമുഖ സംവിധായകനും കൂടി വരുമ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ആര് പ്രേക്ഷകരായിട്ട് കാണുന്നു? രാവിലെ അപ്പന്റെ പോക്കറ്റ് മണിയുമായിട്ട് ഇറങ്ങും. എന്നിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഇരുന്ന് വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയെ നാണം കെട്ട് വിമർശിക്കും. യൂസ്ലെസ് ഫെലോസ്. ലക്ഷ്യബോധമില്ലാത്ത ഇവരെ പോലെയുള്ളവരാണ് ഈ ജനറേഷന്റെ ശാപം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? സർ,